ഏച്ചൂർ വട്ടപ്പൊയിലിൽ മിനി ലോറി നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. ലോറിയിൽ ഉണ്ടായിരുന്ന 2 ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് പരിക്കേറ്റത്. കണ്ണൂർ ഭാഗത്തേക്ക് കോൺക്രീറ്റ് മിക്സിംഗ് മെഷീനുമായി പോകുകയായിരുന്ന മിനി ലോറിയുടെ പിറകിൽ സ്വകാര്യ ബസ് വന്നിടിക്കുകയായിരുന്നു. ഇതോടെ ലോറി നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റും തകർത്ത് സമീപത്തുള്ള വീടിന്റെ മതിൽ തകർത്ത് മറിയുകയായിരുന്നു. ഞാൻ ഏച്ചൂരിൽ നിന്ന് കണ്ണൂരേക്ക് പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ ബാക്കിൽ വന്ന ബസ് ഓവർടേക്ക് ചെയ്ത് കയറിയതാണ്. അപ്പോൾ അവരെ കാണുന്നതിന് മുമ്പിൽ ഒരു കാറുകാരൻ വരുന്നത് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ കാറുകാരൻ നിർത്തി കൊടുത്തിട്ടുമില്ല. കാറിന് അവരെ ദിശയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ബസ് ഒരു വിധത്തിൽ നിർത്താതെ തന്നെ എൻ്റെ വണ്ടിക്ക് സൈഡിൽ അടിച്ചിട്ട് ഞാൻ റോഡിൽ നിന്ന് താഴേക്ക് പോസ്റ്റ് അടക്കം വീടിന്റെ മതിൽ ബസ് സൈഡ് ഭാഗം ഡ്രൈവർ ഭാഗം എൻ്റെ ഡ്രൈവർ ഭാഗത്താണ് ബസ്സിന്റെ സൈഡ് ഭാഗം അടിച്ചിട്ട് ബസ് അടിച്ചതിന് ശേഷമാണ് ഞാൻ റോഡിൽ നിന്ന് സൈഡിലേക്ക് വണ്ടി വീഴുന്നത്, വീടിന്റെ മതിലിലേക്ക് വീഴുന്നത് ഇലക്ട്രിക് പോസ്റ്റിന് അടിച്ചിട്ട്. ബോർഡ് അടിയിലോട്ട് രക്ഷപ്പെട്ടു. ബസ് വന്നിട്ട് നിർത്തുന്നില്ല വെച്ചാൽ അടിച്ചിട്ട് വണ്ടി അടിച്ച് വീണിട്ടും ബസ് 1/2 കിലോമീറ്റർ കൊണ്ടുപോയി നിർത്തുന്നത്. ലോറിയിൽ 8 പേരുണ്ടായിരുന്നു. ഭാഗ്യവശാൽ അധികം പേർക്ക് പരിക്കേറ്റില്ല. പരിക്കേറ്റവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്താണെന്നറിയില്ല, വീട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അത് വലിയൊരു ശബ്ദം കേട്ടിട്ടാണ് വെളിയിൽ വന്നിട്ട് നോക്കുന്നത്. എന്നേരമാണ് ഇങ്ങനെ സംഭവം കാണുന്നത്. ബസ് ഓവർടേക്ക് ചെയ്തിട്ട് സംഭവിച്ചെന്നാണ് പറയുന്നത്. അതിൽ 8 പേരുണ്ട്, അത് 2 പേർക്ക് പരിക്കുണ്ടെന്നാണ് പറഞ്ഞത്. ഗ്രാമിക ന്യൂസ്, ചക്രകൽ.